അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള ഷാഫി ചാലിയും എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. മാറാട് കലാപത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തെ തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് കരുതുകയാണ്. അല്ലെങ്കിൽ മാറാട്ടിലെ ബലിദാനികളുടെ കുടുംബം എന്നോട് ക്ഷമിക്കില്ല. 100% ഞാൻ യോജിക്കുന്നു. UDF യാതൊരു പങ്കുമില്ലാത്ത കലാപമായിരുന്നു അത് എന്നല്ല ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള കലാപമായിരുന്നു എന്നാണ് തോമസ് പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള എൻക്വയറി കമ്മീഷൻ കണ്ടെത്തിയത്. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. മൊയ്തീൻ കോയയും അതേപോലെ തന്നെ മായിൻ ഹാജിയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട്. FM എന്ന പേരിൽ, ഫിനാൻസ് മിനിസ്റ്റർ എന്ന പേരിൽ ഇവർക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിയിലെ ഉന്നതൻ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ്. 60 പ്രവർത്തകരായിട്ടുള്ള 62 പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുള്ള മുസ്ലിം ലീഗിനെ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് തോമസ് പി ജോസഫ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കലാപത്തിൽ UDF പങ്കില്ലെന്നൊന്നും ദയവായിട്ട് അങ്ങ് പറഞ്ഞു ഒഴിയരുത്. എന്നെ എങ്ങനെയെങ്കിലും ഈ പൂട്ടിന്നൊന്ന് രക്ഷിക്കണം. പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒളിച്ചിട്ടുള്ള പള്ളിയിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് മാറാട് എത്തിയിട്ടുള്ള അനുഭവമൊക്കെ മലയാളികൾ മറന്നിട്ടില്ല എന്നുള്ളതെങ്കിലും നിങ്ങൾ ഓർക്കണം. അതെ, ആ ചേറ്റാനെ പോയി ചത്തുടടാ. വെള്ളാപ്പള്ളി നടേശനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധനായി, ഒരു വർഗീയവാദിയായി ചാപ്പ കുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ശൈലിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു ഹിന്ദു വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തോട് വിപ്രതിപത്തിയും വിയോജിപ്പുമുള്ള ഹിന്ദു സംഘടനകൾ പോലും എന്തുകൊണ്ട് ഈ അവസാന ലാപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമെന്ന് തോന്നുന്ന വണ്ണത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നു? ഇതിന്റെ കാരണമാണല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. കാരണം ഇവിടെ UDF ഭരണത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ആശങ്കയാണ്. ഇവിടെ എന്നത് UDF ആണെങ്കിൽ അത് അതിനേക്കാൾ വലിയ വിപത്താവും എന്ന ആശങ്കയാണ് പലപ്പോഴും ഹിന്ദു സമുദായ സംഘടനകളെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത്. അതിന്റെ കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീവ്ര മുസ്ലിം വോട്ട് ബാങ്കിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ബദലിനാണ് അവർ ഊന്നിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് സൃഷ്ടിക്കുന്നത്. ഈ FI എന്ന് പറയുന്ന നിരോധിതമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയുടെ രാഷ്ട്രീയ ആമായിട്ടുള്ള SDPIയുടെ, അതേപോലെ തന്നെ മൗദൂദിയുടെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണം, ശരിയാ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന് പ്രഖ്യാപിക്കുന്ന മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടി പോലെയുള്ള സംഘടനകളുടെ പിന്തുണയും അവരുടെ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തവും നിർലജ്ജം സ്വീകരിച്ചുകൊണ്ട് അവരെ കൂടി മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന UDF രാഷ്ട്രീയ ശൈലി കാണുന്ന സമയത്ത് ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ന്യൂനപക്ഷ ഭരണമാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയാണ്. മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോൾ തന്നെ അത് മുസ്ലിം സമൂഹത്തെ പറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വർഗീയവാദിയും നികഷ്ടനുമൊക്കെ ആയിട്ട് ആക്രമിക്കാൻ തയ്യാറാവുന്നത് ആ വിഭാഗത്തെ പിണക്കിയാലും കുഴപ്പമില്ല. അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ സന്തോഷിക്കുന്ന വിഭാഗത്തിന്റെ പിന്തുണയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വളരെ കൃത്യമായി നിശ്ചയിച്ചത് കൊണ്ടാണ്. മലപ്പുറം ഒരു പച്ചപ്പാടം എന്നായിരുന്നു മലയാള മനോരമയിലെ 1ാമത്തെ പേജിലെ വാർത്ത. ജില്ലയിൽ BJP ജയിക്കുമ്പോൾ അവിടെ മതേതരത്വത്തിന് ഇടിവ് പറ്റിയെന്ന് ആശങ്കപ്പെടുന്ന ഒരാളും, ഒരു മാധ്യമപ്രവർത്തകനും, ഒരു രാഷ്ട്രീയ നിരീക്ഷകനും മലപ്പുറം ജില്ലയിൽ ഒരു സാമുദായിക പാർട്ടിക്ക് സമ്പൂർണ്ണ മേധാവിത്വം ഉണ്ടാവുമ്പോൾ യാതൊരു ആശങ്കയും ഉണ്ടാവുന്നില്ല. 102 സീറ്റുകളിൽ SDPI ജയിക്കുന്നു. 277 സീറ്റുകളിൽ SDPI 2ാം സ്ഥാനത്ത് വരുന്നു. 16 പഞ്ചായത്തുകളുടെ ഭരണസമിതി രൂപീകരണത്തിൽ SDPI നിർണായകമായിട്ടുള്ള സ്വാധീനം വഹിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ആർക്കും മതേതരത്വം ഇടിയുന്നതായി തോന്നുന്നില്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ്, അതേപോലെ തന്നെ വ്യവസായ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ തീരെഴുതി കൊടുത്തിട്ടുള്ളതാണ്. അത് മുസ്ലിം ലീഗ് മാത്രം ഉള്ളപ്പോ വലിയ വട വാങ്ങിച്ചു. ലീഗും SDPIയും ജമാഅത്തിന്റെ വെൽഫെയർ പാർട്ടിയും കൂടി ചേർത്തിട്ടുള്ള ഒരു മുന്നണി വരുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മണി മസിൽ ഐഡിയോളജി മൂന്നും കൂടി ഒന്നിച്ചു വരുമ്പോൾ അവർ നിയന്ത്രിക്കുന്ന ഭരണം എങ്ങനെയാവും എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ട് ഇവർക്കുണ്ട്. അപ്പൊ ഈ സമൂഹത്തിന്റെ ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം. ഈ മുസ്ലിം മത വിമർശകനായിട്ടുള്ള ആരിഫ് ഹുസൈൻ തീവത്ത് എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ്: 6 മാസം കഴിയട്ടെ, നിന്നെയൊക്കെ ജാമ്യമില്ലാ വകുപ്പുള്ള കേസിലെടുത്തിട്ട് നിന്നെയൊക്കെ ഞങ്ങൾ അകത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭീഷണി. വിശ്വാസത അമ്മയുടെ തേങ്ങാക്കൊല മലപ്പുറം ജില്ലയിലും മറ്റ് കേരളത്തിലുടനീളം ഭരണം പിടിച്ചത് ഹിന്ദു സഹോദരങ്ങൾക്ക് കൂടി വേണ്ടിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം ആദ്യം സ്വന്തം പാർട്ടിയിലെ ഷാജി എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കാരണം നമ്മൾ ഇത്തവണ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണെന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ഷാജി തന്നെയാണ്. അദ്ദേഹത്തെ ഒന്ന് പോയി തിരുത്തുന്നത് നന്നായിരിക്കും. ആദ്യം